Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. കുറച്ച് ദിവസങ്ങളായിട്ട് 6th സെമസ്റ്റർ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, കാലാകാലങ്ങളായിട്ട് എപ്പോഴും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് കോളേജിൽ അപ്ലൈ ചെയ്യണം, നാട്ടിൽ തന്നെ പഠിച്ചാൽ മതിയോ അതോ പുറമെ വിദേശത്തോട്ട് പോയി പഠിക്കുന്നതാണോ നല്ലത്, ഏത് സ്ട്രീമിലോട്ട് മാറണം, ഇനി കോഴ്സ് കഴിഞ്ഞ് ജോബിന്റെ കേസിലോട്ടാണെങ്കിൽ ഏത് തരത്തിലുള്ള ജോബിന് അപ്ലൈ ചെയ്യണം. കുട്ടികൾ എപ്പോഴും ഈ ഒരു ടൈം പീരീഡിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പൊ 10th കഴിയുമ്പോൾ നെക്സ്റ്റ് +2 ഏത് സ്ട്രീമിലോട്ട് പോകണം, അതിൽ ഏത് സ്കൂളിലോട്ട് പോകണം, എൻട്രൻസ് ആണെങ്കിൽ ഏത് കോച്ചിങ് സെന്ററിലോട്ട് പോകണം, ദെൻ +2 കഴിഞ്ഞാൽ ഡിഗ്രിക്കാണെങ്കിലും എങ്ങനെ ഇപ്പൊ കോമേഴ്സിന് ജോയിൻ ചെയ്യണോ, BCom വേണോ, BBA വേണോ, ഒരുപാട് കൺഫ്യൂഷൻ. ഇനി ഡിഗ്രി ചെയ്യണ സമയത്താണെങ്കിലോ ഇപ്പൊ BCom BBA സ്റ്റുഡൻസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ റെഗുലർ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ അവരുടെ കോളേജിൽ നടക്കുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എസ്പെഷ്യലി BCom BBA സ്റ്റുഡൻസിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എറണാകുളം, തൃശ്ശൂരൊക്കെ അതിന്റെ ഹബ്ബാണ്. കോഴിക്കോട്, ട്രിവാൻഡ്രം ഉണ്ട്. ഒരുപാട് സ്ഥാപനങ്ങള് പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള CA, CMA, ദെൻ ACCA, CS ഈ പറയുന്ന കോഴ്സസിനൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. സോ ഈ ഒരു ടൈം പീരീഡിൽ 6th സെമസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടികളുടെ അടുത്തേക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് കോളേജിലോട്ട് മാർക്കറ്റിംഗ് ടീം, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും റപ്പ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ടീം കോളേജിൽ വരുന്നു. അവർ മിക്കതും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അത് സിംപ്ലി പ്രൊമോഷനാണ്. അവർ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നിങ്ങൾ ഈ പറയുന്ന കോഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ CMA പഠിക്കുകയാണെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് പഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, ലക്ഷക്കണക്കിന് ശമ്പളം, അവരുടെ സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികള് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ഇതൊക്കെ ആയിരിക്കും പറയാം. സോ ഇത് നാച്ചുറലി ഈ ഒരു പ്രായത്തിൽ കേൾക്കുന്ന കുട്ടികള് ഇങ്ങനെ റിസൾട്ട് ഉണ്ടെങ്കിൽ ഇത് എനിക്ക് പോസിബിൾ ആവാൻ സാധ്യതയുണ്ടോ, കൺഫ്യൂഷൻ വരാണ്. ബിക്കോസ് ഇത് കേട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിലെ പ്രൊമോഷനുമായിട്ട് വേറൊരു വ്യക്തി വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോളേജിൽ തന്നെ ഒരുപാട് പ്രൊമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് കാര്യങ്ങള് നടക്കാണ് കുട്ടികളുടെ മുമ്പിൽ. നാച്ചുറലി അവര് കൺഫ്യൂസ്ഡ് ആവാണ്. ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ഇവര് ഓൺലൈൻ ആയിട്ടും ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് കേൾക്കാണ്. സോ പലപ്പോഴും കുട്ടികൾക്ക് ഈ ക്ലാസ്സസ് ഒക്കെ കേട്ടതിന് ശേഷം ഇപ്പോൾ CA പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുള്ളതെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, ഇതൊക്കെ ശരിയാണ്. ബട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്താണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ദെൻ നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ദെൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം. ഒരു കാരണവശാലും ഫ്രണ്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു, ഫോർ എക്സാമ്പിൾ CA CMA എടുക്കാൻ തീരുമാനിച്ചു, CMA ആവട്ടെ, എങ്കിൽ അവന്റെ കൂടെ ഞാനും പോവാം. ഇത്ര നാള് 3 വർഷം ഒരുമിച്ച് പഠിച്ചതല്ല. അപ്പോൾ ഒരു കമ്പനിയായി ഓട്ടോമാറ്റിക്കലി ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. മേ ബി ഫ്രണ്ടിന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, ഫ്രണ്ടിന്റെ താല്പര്യം അതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പോയിണ്ടാവുക. ഇവന് മേ ബി ഈ ഒരു മേഖലയിനേക്കാൾ താല്പര്യം കൂടുതലുള്ള മറ്റു മേഖലകൾ ഉണ്ടായിരിക്കാം, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു ജോബിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ അവിടെ, അതോ പഠിച്ചതിന് ശേഷം സാവധാനം മതിയോ, ഏത് സിറ്റുവേഷൻ ആണ് ഒരു ഫാമിലിയിൽ ഉള്ളത്,
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഒരു കോഴ്സിലോട്ടോ ഒരു ജോബിലോട്ടോ നിങ്ങൾ പോകാം. ഒരു കാരണവശാലും ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് കേട്ട് അതിൻ്റെ ബേസിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. പല കുട്ടികളും പലരും പറയുന്നത് കേട്ടിട്ട് എടുത്താ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുക ഇത് എനിക്ക് പറ്റുന്നൊരു പരിപാടിയില്ല, കുറെ പൈസ ഇറക്കി സമയം പോയി, അതിനുശേഷം അതിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയണം, ഡിഗ്രി ഈസി ആയിട്ട് പഠിച്ച് പാസ്സാകുന്ന പോലെ എളുപ്പപ്പണിയല്ല പ്രൊഫഷണൽ കോഴ്സ് പാസ്സാകുക. CA പാസ്സാവുക, അതല്ലെങ്കിൽ CMA പാസ്സാവുക, മൊത്തം പാസ്സായി വരണമെങ്കിൽ. സോ അതിൻ്റെതായിട്ടുള്ള ഇഫേർട്ട് ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് ഡിഗ്രിക്ക് എന്ന് പറയുമ്പോൾ 85% കൂടുതലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടി 100-ൽ 85% പാസ്സാകുന്ന ഒരു കോഴ്സാണത്. നമ്മൾ ഒന്ന് വിചാരിച്ചാൽ പാസ്സാവും. നേരെ മറിച്ച് അപ്പുറത്ത് പ്രൊഫഷണൽ കോഴ്സിന്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10-ൽ താഴെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതെനിക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ആലോചിച്ച് മാത്രം സെലക്ട് ചെയ്യുക. ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. ബിക്കോസ് ഒരു വ്യക്തിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഞാൻ BCom കേരള കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു ലെക്ചറർ ആയിട്ടുള്ള ഒരു പോസ്റ്റിലോട്ട് എനിക്ക് വരാൻ സാധിക്കുന്നുള്ളത്. ഞാൻ അതിനുശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെജോറിറ്റി കുട്ടികൾ ചെന്നൈ, മറ്റ് സ്റ്റേറ്റിലോട്ട് ബാംഗ്ലൂരൊക്കെ MBA ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അതിന് അത്യാവശ്യം പൈസ ചിലവുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടുകാർ പറഞ്ഞു, നിനക്ക് പൈസ തന്നിട്ടൊന്നും പഠിക്കുന്നു വിചാരിക്കേണ്ട, എന്താ നമുക്ക് മെറിറ്റില് MCOMന് നമ്മുടെ നാട്ടില് സീറ്റ് കിട്ടുകയാണെങ്കിൽ നിനക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടുന്നു. MCOMന് ജോയിൻ ചെയ്തു. ഗോഡ്സ് ഗ്രേസ് എന്നെ ഗവൺമെന്റ് കോളേജ് കുട്ടനല്ലൂർ പഠിപ്പിച്ച എൻ്റെ അധ്യാപകന്മാരുടെ അവരുടെ കഴിവാണ് എന്നെ നല്ല രീതിയിൽ എന്നെ ഗൈഡ് ചെയ്യലും ഞാൻ ഈ ഒരു എന്താ പറയാ പഠിപ്പിക്കാനുള്ള താല്പര്യത്തിലോട്ട് മാറിയ. അവിടെ ഒരു കാരണവശാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് അവരുടെ വ്യക്തി താല്പര്യങ്ങൾ പറയുന്ന ആ രീതിയല്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്ത് വന്നിട്ടുള്ളത്. മനസ്സിലാവണ്ടോ? അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ റിയലൈസ് ചെയ്യണം. ചിലപ്പോ അവർ പറയുന്ന കാര്യങ്ങളിൽ നല്ല വസ്തുതകൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ കേട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ നിങ്ങളുടെ പാരൻസിനോടോ അറിവുള്ള മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് ഇതിന്റെ വരും വരായികൾ, എത്ര വർഷം എടുക്കും, ഇതിന്റെ കോഴ്സിന്റെ പാസ് പെർസെൻറ്റേജ്, ദെൻ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള താല്പര്യം, അത് മാത്രമല്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി, ആ ജോലിയുടെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ പലപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തീരെ പറ്റാത്തത് ആയിട്ടുള്ള ഒരു ജോലിയാണ് ബാങ്ക് ജോബ് എന്ന് പറയുന്നത്, അക്കൗണ്ടന്റ് ജോബ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന വസ്തുത നമുക്ക് ജോലിയായിട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഈ ജോബ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ചോദിക്കുക. സാലറി നോക്കി ഒരു കാരണവശാലും ഒരു ജോബിന്റെ പിന്നാലെ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയിലേക്ക് കയറി ഒരൊറ്റ ദിവസം മാത്രമായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാവുക, ശമ്പളം കിട്ടുന്നത്. ബാക്കി എല്ലാ ദിവസവും നമ്മുടെ മുരടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു മോശം ലൈഫിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തന്നെ വരുന്ന മെസ്സേജിൽ ഭൂരിഭാഗം കുട്ടികളും ചോദിക്കുന്നതാണ്, എൻ്റെ കോളേജിൽ ഇങ്ങനൊരു ഗൈഡൻസ് ക്ലാസ് വന്നു, അവരെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ അഭിപ്രായം എന്താണ്, ഇതിന് പോയി കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ടോ? അപ്പം ഞാനിപ്പോൾ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരതിനിറങ്ങി, ശരിയായില്ലെങ്കിൽ നമ്മുടെ അടുത്താണ് പറയാം. അപ്പം അതാണ് പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ താല്പര്യം എന്താണ്. അത് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവുന്നതല്ല, ഇത്ര വർഷങ്ങൾ കൊണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നത്, ജോലി ചെയ്യുന്നതല്ലാണ്ട് തോന്നുന്നത്, ഏത് ടോപ്പിക്സ് സബ്ജക്ട്സ് ആണ് പഠിക്കാൻ എനിക്ക് ഇഷ്ടം, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. പാരൻസ് പറയുന്നതോ മറ്റുള്ള ആൾക്കാർ പറയണമെന്നല്ല കേൾക്കണ്ടേ, നിങ്ങളുടെ താല്പര്യം നോക്കുക. അതിനുശേഷം നിങ്ങളൊരു കോഴ്സ് പലരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്
അല്ലെ, നിങ്ങളുടെ പാരൻസിനോട് അതിനുശേഷം ചോദിച്ച് ഓക്കെ ആയി അതിനുശേഷം ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല ഒരു ജോബിലോട്ട് തിരിയുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കണം. പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബിലോട്ട് ഇറങ്ങുന്നവരുണ്ട്. ഫാമിലിയിൽ പെട്ടെന്ന് ജോബിലോട്ട് കയറാണ്ട് നിവൃത്തിയില്ലാത്ത ആൾക്കാർ അല്ലെ, എന്തെങ്കിലും ജോലി ചെയ്യണം. അപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയിലോട്ട് കയറാം. ദെൻ സർവൈവൽ ജോബ്സ് ആണ് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചെയ്താലും അതിൻ്റെ കൂടെ നിങ്ങൾ പഠനം നിങ്ങൾ നിർബന്ധമായും കണ്ടിന്യൂ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു മാറ്ററാണ് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഡിഗ്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സിലോട്ട് പോകണം എന്നുള്ളത്. ഒരു കാരണവശാലും മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളും ആയിട്ട് കോളേജിലോട്ട് വരുന്ന ആൾക്കാർ പറയുന്ന അപ്പാടെ വിഴുങ്ങി ഒരു കോഴ്സിലോട്ട് ഇറങ്ങാതിരിക്കുക. ഓക്കെ, എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും അയക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഒരുപാട് വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.